സാറിന്റെ വാർത്താ സമ്മേളനത്തിൽ ഒരാളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാതെയാണ് സാർ അങ്ങനെ തന്നെ ഇനിയും പക്ഷേ പറയാം. അതിനുശേഷവും എച്ച് സലാം ആ ഒരു വാർത്ത ഒരു ബൈറ്റ് മാധ്യമം കൊടുത്തു. അതിൽ സാറ് എച്ച് സലാമിനെ തെരഞ്ഞെടുപ്പ് ചെയ്തതിന്റെ ഒക്കെ തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം ഇതുവരെയും പൂർണ്ണമായും പുറത്തു വിട്ടിട്ടില്ല. ഇല്ല 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 എച്ച് സലാം മാത്രമല്ല, എച്ച് സലാമും സജി ചെറിയൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നെ ഇന്ന് വഞ്ചകനെ വിളിച്ച് പത്രത്തെ അടിച്ചു വന്നിട്ടുണ്ട്. ആരടിച്ചു വന്നിട്ടുണ്ട്? നിങ്ങൾ വിഷയം മാറ്റാതെ നിങ്ങളൊക്കെ പത്രത്തെ അടിച്ചു വന്നാൽ പറഞ്ഞ ഉടനെ പറയാം വർഗവഞ്ചനം. ഞാൻ ആ കാര്യമല്ല പറയുന്നത്. അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണെന്ന്, പോസ്റ്റ് അടിച്ച കാര്യമല്ല പറഞ്ഞത്. അതിവിടെ എല്ലാം നിങ്ങൾക്ക് കാണാമല്ലോ. അവർ രണ്ടുപേര് പറഞ്ഞു. MAVB എന്താ പറഞ്ഞേ? ജനറൽ സെക്രട്ടറി എല്ലാ വാദ്യങ്ങളും ചെണ്ടയ്ക്ക് താഴെയെന്നല്ലേ ജനറൽ സെക്രട്ടറി പറഞ്ഞു. ജീഷ്ണതായരാണ് വ്യക്തിപരമായി ഞങ്ങൾ അധിക്ഷേപിക്കുന്നില്ല. സഹിച്ചറിയാണ് ബാധവല്ല. സ്റ്റേറ്റ് സെക്രട്ടറി മെമ്പർ അയാൾ അതിനെ ലംഘിച്ചല്ലോ. ഇവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയായി ജില്ലാ നേതാവ് അത് ലംഘിച്ചല്ലോ. അതേപ്പറ്റി നിങ്ങൾക്ക് ഒന്നും പറയാനില്ലല്ലേ, ഒന്നും എഴുതാനില്ലല്ലേ? നിങ്ങളെന്താ അത് പറയാത്തത്? ലംഘിച്ചു. ഞാൻ ആരെയാണ് വഞ്ചിച്ചതെന്ന്? അപ്പോൾ അവർ പറയുന്നതിൻ്റെ കാരണം അവർ ഓരോ നിമിഷവും ആ സ്വന്തം പ്രസ്ഥാനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവർ. അതുകൊണ്ടാണ് ഓരോ നിമിഷവും വഞ്ചിക്കുന്ന പ്രവർത്തനം അവർ നടത്തുകയാണ്. ചുമന്ന കൊടി പിടിച്ചതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആവത്തില്ല. അങ്ങനെയാണെങ്കിൽ ചുമന്ന കൊടി പിടിച്ച ഒരുപാട് പാർട്ടികളാണ്. അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. CPM അതല്ലല്ലോ. ഇറ്റ്സ് എ ന്യൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അല്ല വെറുതെ ചുമന്ന കൊടി പിടിച്ചാലൊന്നും കമ്മ്യൂണിസ്റ്റ് ആവത്തില്ല എന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാരന് പറയാൻ പറ്റുന്നതാണോ? MAVB പറഞ്ഞാൽ വിപരീതമായിട്ട് അവർ സംസാരിച്ചിരിക്കുക. സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് കൂടിയിട്ടും എടുത്ത തീരുമാനത്തെപ്പറ്റി ഞാൻ ടെലിവിഷനിൽ കണ്ടതാണ്. ജീഷ്ണതായരനെ പരിഗണിക്കേണ്ട പ്രശ്നമില്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പുറകെ പോകേണ്ടതില്ല എന്നാണ് ഞാൻ സാരം. ഇവരെ രണ്ടുപേരും പറഞ്ഞങ്ങനെ. ഒരാൾ ജില്ലാ സെക്രട്ടേറിയറ്റ്, മറ്റേ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ്. അതിലോട്ടുന്ന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം ലംഘിച്ചില്ലേ? ആരെ വഞ്ചിച്ചോന്ന് പറ. നാട്ടുകാരെ വഞ്ചിച്ചോ? എന്തെങ്കിലും വാഗ്ദാനം ലംഘിച്ചോ? പറ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരക്ഷരം ഞാൻ പറഞ്ഞു ഈ നിമിഷം വരെ പറയത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ അവർക്ക് എന്നെക്കൊണ്ട് പറയിപ്പിക്കണം. പാർട്ടിക്ക് എതിരായിട്ട് എത്ര പേരെ മാറ്റാമോ അത്രയും പേരെ മാറ്റി പാർട്ടി അവർ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയട്ടെ, അവർ തന്നെ ഈ പാർട്ടിയെ കുഴിയിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അവിടെ നിന്ന് തുടങ്ങിയതാണ്, ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. പക്ഷേ ഒന്നും പരസ്യമായിട്ട് പറഞ്ഞില്ല. ഇനിയിപ്പോൾ പറയാമല്ലോ. അപ്പോൾ അതാണ് വർഗവഞ്ചകർന്ന് വിളിച്ചു. അക്കാര്യമാണല്ലോ ചോദിച്ചത്. ആ വിളിച്ചോ. വർഗം എന്താണെന്ന് അവർക്കറിയാവോ? അതിനർത്ഥം വർഗത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? വർഗത്തിൻ്റെ ക്ലാസ് എന്നുള്ളതിന് മാർക്സിസ്റ്റ് അർത്ഥം എന്താ? ആരാണ് ക്ലാസ്? തൊഴിലാളികൾ ക്ലാസ്സാണ്, വർക്കിംഗ് ക്ലാസ്സാണ്. കൃഷിക്കാർ ക്ലാസ്സാണ്. കുത്തക മുതലാളിമാരും മൂർഷ ക്ലാസ്സാണ്. ഇതൊക്കെയാണ് തൊഴിലാളി വർഗം, മുതലാളി വർഗം, രണ്ട് ക്ലാസ്സാണ്. അതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? ഞാൻ തൊഴിലാളി വർഗത്തെ എന്തുവാ വഞ്ചിച്ച്? തൊഴിലാളി വർഗത്തെ എന്ന് വഞ്ചിച്ചു? അതോ തൊഴിലാളി വർഗത്തിന് ഇവിടെ സേവനം അനുഷ്ഠിച്ചു? ഇവരെന്ത് സേവനം അനുഷ്ഠിച്ചു? ഈ പറഞ്ഞവർ പറ. എന്ത് സേവനം അനുഷ്ഠിച്ചെന്ന് പറ. അതുകൊണ്ട് മലന്ന് കിടന്ന് തുപ്പണ്ട. പാർട്ടി ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്യുക. സാധാരണ വെറുതെ വിട്ടേക്കുക. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ജനം വോട്ട് ചെയ്താൽ ഞാൻ ജയിക്കും. വോട്ട് ചെയ്യാതിരിക്കേണ്ട യാതൊരു കാര്യമില്ല.